അവളുടെ നാവ് കൊണ്ട് ഭർത്താവിനെ അവർ ബുദ്ധിമുട്ടിച്ചവളാണ്. അവർ ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയവരാണ്. ഭർത്താവിന്റെ ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കാത്തവളാണ്. ഭർത്താവിന്റെ സമാധാനം പിച്ചു ചീന്തിയവളാണ്. കുടുംബത്തിന്റെ ഭദ്രത തകർത്തവളാണ്. ആ പെണ്ണിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്ന് നിന്റെ ഭർത്താവിനെതിരെ സംസാരിക്കാൻ നീ ഉപയോഗിച്ച നിന്റെ നാവുണ്ടല്ലോ, അത് നാളെ യജമാനന്റെ കോടതിയിൽ തുറന്ന് സംസാരിക്കാൻ നിന്നെ അനുവദിക്കില്ല പെങ്ങളെ. ആ നിന്റെ ഭർത്താവിനെതിരെ നീ മൊഴിഞ്ഞ നിന്റെ നാവിനെ പിൻഭാഗത്തുകൂടെ വളച്ചുകെട്ടി നിന്റെ സംസാരശേഷി അവിടെ വെച്ച് തകർത്ത് നിന്നെ ഭീകരമായ ശിക്ഷയിലേക്ക് അല്ലാഹു വിധേയമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പോരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ മിൻ ഇംറഅത്തിൻ തുഅദി സൗജഹാ ബിലിസാനിഹാ ഇല്ലാ ജഅലല്ലാഹു ലിസാനഹാ യൗമൽ ഖിയാമത്തി 70 ദിറാ ثم أقضى حلف عنقها. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ച പെണ്ണിനെ നാളെ യജമാനന്റെ കോടതിയിൽ അവളുടെ നാവിങ്ങനെ വലിച്ചു 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 പുറത്തേക്കിടുന്നതാണ്. 70 മുഴം വരെ അവളുടെ നാവ് പുറത്ത് വലിച്ചു പുറത്തേക്കിടുന്നതാണ്. 70 മുഴം വരെ അവളുടെ നാവ് വലിച്ചു പുറത്തേക്കിടുന്നതാണ്. ആ നാവ് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ വളച്ചു വളച്ചു ചുറ്റുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതിങ്ങനെ പിരടി വരെ കെട്ടിയിടുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പെൺമക്കളുള്ള രക്ഷകർത്താക്കളെ, ചിന്തിക്കാൻ അവസരമല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടു, അയ്യുമംറഅത്തിൻ അസ്ബത് സൗജഹാ ബിലിസാനിഹാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ നാവ് കൊണ്ട് അവളുടെ ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയാൽ ഫഹിയ ഫീ ലഅനത്തില്ലാഹി വസഹ്തിഹി, ആ പെണ്ണ് അല്ലാഹുവിന്റെ ശാപത്തിലാണ്, ആ പെണ്ണ് അല്ലാഹുവിന്റെ കോപത്തിലാണ്. വൽ മലായികതി, മലക്കുകളുടെയും കോപത്തിലാണ്. വന്നാസി അജ്മഈൻ, ലോകത്തിലെ സർവമാന മനുഷ്യരുടെയും കോപത്തിനവൾ വിധേയയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടുവെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ, നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ച ഉമ്മ, നാവ് കൊണ്ട് ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയ പെങ്ങളെ, നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ച സഹോദരി, നിന്റെ അവസ്ഥ എന്താണ്? നിന്റെ അവസ്ഥ എന്താണ്? നീ യജമാനനായ അല്ലാഹുവിന്റെ ശാപത്തിന്റെ വിധേയയാണ്. പോരാ, ലോകത്തെ മുഴുവൻ മലക്കുകളുടെയും ശാപത്തിന് വിധേയയാണ്. പോരാ, അല്ലാഹുവിന്റെ സൃഷ്ടികളായ മുഴുവൻ മനുഷ്യരുടെയും ശാപത്തിന് നീ വിധേയയാണ്. അതുകൊണ്ട് ചിന്തിക്കു പെങ്ങളെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഈ ഹദീസ് എനിക്കൊരു പാഠമായെങ്കിൽ, നമുക്കൊരു പാഠമായെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു, മാ മിൻ ഇംറഅത്തിൻ ഖാലതു ലിസൗജിഹാ മാ റഅയ്തു മിൻക ഖൈറാ ഇല്ലാ ഹബതല്ലാഹു അമലഹാ 70 സനാ വലൗ കാനത് തസൂമുൻ നഹാർ വതഖൂമുൽ ലൈൽ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണ് ഖാലത്ത് ലി സൗജിഹാ മാ റഅയ്തു മിൻക ഖൈറാ,
തന്റെ ഭർത്താവിന്റെ മുഖത്തു നോക്കി, നിങ്ങളിൽ നിന്ന് ഒരു ഖൈറും എനിക്ക് ലഭിച്ചിട്ടില്ല, നിങ്ങളിൽ നിന്ന് എന്താണ് എനിക്ക് ലഭിച്ചത്? വിവാഹം കഴിച്ചിട്ട് ഇത്ര കാലമായി, നിങ്ങൾ എന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത്ര കാലമായി, നിങ്ങൾ എനിക്ക് എന്താണ് ചെയ്തു തന്നത്? നിങ്ങൾ എനിക്ക് എന്താണ് വാങ്ങിത്തന്നത്? അപ്പുറത്തെ പെണ്ണിന് അവരുടെ ഭർത്താവ് അത് വാങ്ങിക്കൊടുത്തല്ലോ, ഇപ്പുറത്തെ പെണ്ണിന് ഇവരുടെ ഭർത്താവ് ഇത് വാങ്ങിക്കൊടുത്തല്ലോ, നിങ്ങൾ എന്താണ് എനിക്ക് വാങ്ങിത്തന്നത്? ഇന്ന് വരെ നിങ്ങൾ എനിക്ക് സന്തോഷകരമായ ഒരു നല്ല മാല വാങ്ങിത്തന്നോ, ഒരു നല്ല സാരി വാങ്ങിത്തന്നോ, ഒരു നല്ല മാക്സി വാങ്ങിത്തന്നോ, ഒരു നല്ല തട്ടം വാങ്ങിത്തന്നോ? പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞാൽ, വല്ലാഹി വല്ലാഹി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാഹി ബത്തല്ലാഹു അമലഹാ, പെണ്ണേ നിന്റെ മുഴുവൻ അമലുകളും അല്ലാഹു പൊളിച്ചു കളഞ്ഞുപോയി, നിന്റെ മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു പൊളിച്ചു കളഞ്ഞുപോയി. വലസബീന സനാ, 70 വർഷക്കാലം ഒരു പുരുഷായുസ് മുഴുവനും നീ നിസ്കരിച്ച നിന്റെ നിസ്കാരം, നീ അനുഷ്ഠിച്ച നിന്റെ നോമ്പുകൾ, നീ ചെയ്തു പോയ നിന്റെ സ്വതക്കകൾ, നീ ചെയ്തു തീർത്ത നിന്റെ സ്വലാത്തുകൾ, നിന്റെ അതുക്കാറുകൾ, നിന്റെ ഇബാദത്തുകൾ മുഴുവനും ആ ഒരൊറ്റ ഭർത്താവിന്റെ മുഖത്തു നോക്കി നിങ്ങൾ എനിക്ക് എന്ത് നന്മയാണ് ചെയ്തു തന്നത് എന്നൊരൊറ്റ വർത്തമാനത്തിന്റെ പേരിൽ അല്ലാഹു പൊളിച്ചു കളയുമെന്ന് പറഞ്ഞത് ലോകത്തിന്റെ അഭിവന്യരായ നേതാവ്, കളവ് നാവ് കൊണ്ട് തമാശക്ക് പോലും കളവ് പറയാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ എന്റെ പെങ്ങളെ ആലോചിക്കണം സഹോദരി, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭർത്താക്കന്മാരെ നാവ് കൊണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? നാം ആലോചിക്കണം, ഞാനും നിങ്ങളും ചിന്തിക്കണം. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ നാടുകളിൽ, വീടുകളിൽ ഭക്ഷണം വെക്കാൻ തീ കത്തണമെങ്കിൽ കാടുകളിൽ പോയി വിറക് കൊണ്ടുവരണമായിരുന്നു. ഇന്ന് നമ്മുടെ വീടിന്റെ അടുക്കളകളിൽ വെള്ളത്തിന്റെ സൗകര്യമുണ്ടെങ്കിൽ 2-3 കിലോമീറ്ററുകൾ വലിയ പാത്രവുമായി ചുമന്നുകൊണ്ട് അടുക്കളയിലെ ആവശ്യത്തിനും വീട്ടാവശ്യങ്ങൾക്കും പാവപ്പെട്ട സമൂഹത്തിലെ ഉമ്മമാർ എത്രയോ മൈലുകൾ താണ്ടി വെള്ളം ചുമന്നുകൊണ്ടുവരുമായിരുന്നു. കറിക്കും ഭക്ഷണത്തിനും അരയ്ക്കണമെങ്കിൽ വലിയ അമ്മിക്കല്ലിൽ വെച്ചുകൊണ്ട് അവരിങ്ങനെ ആട്ടി അരയ്ക്കണമായിരുന്നു. അതുപോലെ അരി പൊടിക്കണമെങ്കിലും നെല്ല് കുത്തണമെങ്കിലും ഉരലെന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗപ്പെടുത്തി കുത്തണമായിരുന്നു. ഈ രൂപത്തിൽ വളരെ കഷ്ടത അനുഭവിച്ച, വളരെ പ്രയാസത്തിൽ ജീവിതം തള്ളി നീക്കിയ മുൻഗാമികളായ നമ്മുടെ പൂർവസൂരികൾ ഈ കഴിഞ്ഞ കാലയളവുകൾ വരെ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ ഭാര്യയുടെ അകത്തളങ്ങളിൽ നിന്ന് അവർക്ക് പുറത്തു പോകേണ്ടതില്ല. പൈപ്പ് തിരിക്കുമ്പോൾ ആവശ്യാനുസരണവും അനാവശ്യവുമായ വെള്ളം അവൾക്ക് വീട്ടിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുകയാണ്. സ്വിച്ച് ഒന്ന് തിരിച്ചാൽ ഗ്യാസ് അടുപ്പിന്റെ പ്രവാഹം നമ്മുടെ നാടുകളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് അടുപ്പുകളില്ലാത്ത വീടുകളില്ല ഇന്ന്. എല്ലാ വീടുകളിലും ഗ്യാസ് അടുപ്പുകളുണ്ട്. അതുപോലെ അരയ്ക്കണമെങ്കിൽ ആട്ടുകല്ലിന്റെയോ അരകല്ലിന്റെയോ ആവശ്യമില്ലാത്ത രൂപത്തിൽ സുന്ദരമായ ഗ്രൈൻഡറോ മിക്സികളോ നമ്മുടെ അടുക്കളകളെ കീഴടക്കിയിരിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ മുൻഗാമികളായ നമ്മുടെ സഹോദരിമാർ വീട്ടിലെ ജോലിയെടുത്ത് അവസാനം പണിയെടുത്ത് ക്ഷീണിച്ചവശരായി കിടക്കയിലേക്ക് വന്ന് വീഴുകയായിരുന്നുവെങ്കിൽ ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനും നിങ്ങളും ആലോചിക്കണം. രാവിലെ എഴുന്നേറ്റാൽ ചുച്ചിടുമ്പോഴേക്ക് ചായയായി, ചുച്ചിടുമ്പോഴേക്ക് കറിക്കുള്ളത് അരച്ചു, ചുച്ചിടുമ്പോഴേക്ക് ഭക്ഷണം പാകം ചെയ്തു. ഈ രൂപത്തിൽ ചുച്ചിടുമ്പോഴേക്ക് വസ്ത്രമെല്ലാം കഴുകി വൃത്തിയായി, എല്ലാം ശുദ്ധിയായി, നല്ല രൂപത്തിൽ എല്ലാം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് ജോലികൾ മുഴുവനും കഴിഞ്ഞു. ഇനി കഴിഞ്ഞാലോ നമ്മുടെ വീട്ടിലുള്ള അവസ്ഥ എന്താ? നമ്മുടെ മുൻഗാമികളായ ഉമ്മമാർ അവരവരുടെ ജോലി കഴിഞ്ഞാൽ ഓടിപ്പോയി കിടന്നുറങ്ങുന്നതിന്റെ പകരം, അല്ലെങ്കിൽ കിട്ടുന്ന ഏതെങ്കിലും പൈങ്കിളി സാഹിത്യങ്ങൾ വായിച്ച് സമയം കളയുന്നതിന്റെ പകരം അവരുടെ വീടുകളുടെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന
മഹത്വമേറിയ മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ അവേറക്കുന്ന സുന്ദരമായ മൗലിദിന്റെയും റാത്തീബിന്റെയും മധുഹിന്റെയും ഗീതങ്ങൾ ഉരുവിടുന്ന മൗലിദ് കിതാബുകൾ അവരുടെ അരമനകളിൽ അലമാരകളിൽ സൂക്ഷിച്ചിരുന്നു. ആ മഹത്വമേറിയ മൗലിദ് കിതാബ് തുറക്കുകയും അതിലുണ്ടായിരുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാനായ ലോകത്തിന്റെ കുത്തുബായി അറിയപ്പെടുന്ന ബഗ്ദാദിന്റെ നായകൻ ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ വെള്ളക്കാരോട് ധീരമായി പോരാടി വെള്ളക്കാരന്റെ നിറത്തോക്കുകൾക്ക് മുമ്പിൽ വിനിമാറ് കാണിച്ച മഹാനായ മമ്പുറം തങ്ങളുടെയൊക്കെ മധുഹ് പറയുന്ന മൗലിദ് കിതാബ് തുറന്ന് ആ മഹാരഥന്മാരുടെ മധുഹുകൾ ഓതി ജീവിതത്തിലെ സമാധാനത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ദുആ ചെയ്യാൻ അവർ സമയം കണ്ടെത്തിയിരുന്നു. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സുന്ദരമായ വിശുദ്ധമായ ഖുർആനിന്റെ ശൈലിയിൽ അവരുടെ വീട് ജീവനിട്ടതായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് കാലം മാറിപ്പോയി. നമ്മുടെയൊക്കെ വീടുകളെ അടക്കി വാഴുന്നത്, വീട്ടിലുള്ള അത്യാവശ്യം ജോലി കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മമാർ കൊച്ചുമക്കളെയും കയ്യിലെടുത്ത് നമ്മുടെ വീടിന്റെ മുമ്പിൽ സംവദിച്ച, നമ്മുടെ വീടിന്റെ ഉള്ളിൽ തയ്യാർ ചെയ്ത ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ടെലിവിഷന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അതങ്ങോട്ട് ഓണാക്കിയാൽ പിന്നെ ആ വീടിന്റെ ഉള്ളിലോ പുറത്തോ നടക്കുന്ന ഒന്നും അറിയാൻ പറ്റാത്ത രൂപത്തിൽ, യാതൊരു ശ്രദ്ധയും കിട്ടാത്ത രൂപത്തിൽ അതിന്റെ ഉള്ളിലേക്ക് സർവ്വ ശ്രദ്ധയും ആവാഹിച്ച് അതിന്റെ ഉള്ളിൽ അടയിരിക്കുന്ന ഒരു സ്വഭാവം ആധുനിക സമൂഹത്തിലെ പെൺകൊടിമാരെ വേട്ടയാടുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഒരു ദുരന്തം ഏറ്റവും അധികം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കളുടെ ഭാര്യമാരിലാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരം കോച്ചുന്ന തണുപ്പിലും ചുട്ടുപൊള്ളുന്ന വെയിലിലും ഈ നാട്ടിലെ പാവപ്പെട്ട ഭാര്യയുടെ, മാതാപിതാക്കളുടെ, കൂട്ടുകുടുംബാദികളുടെ, മക്കളുടെ സുന്ദരമായ ജീവിതത്തിന് വേണ്ടി, ഐശ്വര്യപൂർണമായ ജീവിതത്തിന് വേണ്ടി അറബിയുടെ ആട്ടും തുപ്പും സഹിച്ച് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസി സുഹൃത്തിന്റെ വേദനിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനോ അയാളുടെ കഷ്ടപ്പാടുകളെ കുറിച്ചോ ആലോചിക്കാനോ സമയം കണ്ടെത്തുന്നതിന്റെ പകരം മാസാമാസം ഡ്രാഫ്റ്റ് അയക്കുമ്പോ അല്പം കുറവ് വന്നാൽ 1000 ആവശ്യങ്ങൾ ഉന്നയിച്ച് വീണ്ടും അങ്ങോട്ട് ടെലിഫോണിലൂടെ വിളിച്ചു പറഞ്ഞ് ആ ഭർത്താവിന്റെ വേദനിക്കുന്ന മനസ്സിനെ വീണ്ടും കൊത്തിനോവിപ്പിക്കുന്ന വൃത്തികെട്ട നന്ദികെട്ട ഭാര്യമാരായി ആധുനിക പ്രവാസികളുടെ പുതിയ ഒരു വിഭാഗം സഹോദരിമാർ മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ആധുനിക പ്രവാസികളുടെ ഒരു വിഭാഗം സഹോദരിമാർ മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അറിയണം, മുൻകാലത്തും ഇവിടെ വിദേശികൾ ഉണ്ടായിരുന്നു. അവരെന്ന് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവരുടെ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ ശബ്ദമൊന്ന് കേൾക്കാനുള്ള അവസരമില്ലായിരുന്നു. ഇവിടെ ഒരു മൊബൈലിന്റെ സംവിധാനമില്ലാതെ, ഒരു ടെലിഫോണിന്റെ സംവിധാനമില്ലാതെ, വേറെ ഒരു ആധുനിക സംവിധാനങ്ങളുമില്ലാതെ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യാതൊരു സംവിധാനങ്ങളിലേക്കും ഈ ലോകം കടന്നു വരുന്നതിന്റെ മുമ്പ് കഴിഞ്ഞകാല യുഗങ്ങളിൽ നമ്മുടെ പാവപ്പെട്ട പെൺകൊടിമാർ അനുഭവിച്ച ത്യാഗങ്ങൾ അറിയുമോ? 4, 5, 6, 7 വർഷങ്ങളോളം പ്രിയപ്പെട്ട പ്രാണപ്രേയസിനെ കാത്തിരിക്കേണ്ടി വന്ന പാവപ്പെട്ട പ്രവാസികളുടെ ഭാര്യമാരുടെ വേദനിക്കുന്ന ഹൃദയങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് വായിച്ച് എടുക്കാനാവുമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അന്നവർ സമാധാനം കണ്ടെത്തിയിരുന്നത് ഫോണിലൂടെ ആയിരുന്നില്ല, ഇന്റർനെറ്റിലൂടെ ആയിരുന്നില്ല, മറ്റ് ആധുനിക സംവിധാനങ്ങളിലൂടെ ആയിരുന്നില്ല. ഇല്ലന്റെ എന്ന് പറയുന്ന പഴയകാല സമൂഹത്തിന് മാത്രം ഓർമ്മയുള്ള ഒരു എഴുത്തിന്റെ പെട്ടിയിലെ അവർ കാത്തിരിക്കുകയാണ്. പാതിരാവിന്റെ മുറവിൽ കത്തിച്ചു വെച്ച വിളക്കിന്റെ ചുറ്റുമിരുന്നു കൊണ്ട് മക്കളെയൊക്കെ കൂട്ടി വാപ്പാക്കയക്കുന്ന കത്താണിത്. മക്കളുടെ വിശേഷങ്ങൾ എഴുതുകയാണ്, മാപ്പയുടെയും ഉമ്മയുടെയും വിശേഷങ്ങൾ എഴുതുകയാണ്, ഭാര്യയുടെ വിശേഷങ്ങൾ എഴുതുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ എഴുതുന്ന ശൈലിയെയും ആ ശബ്ദത്തെയും ഒക്കെ നിർവചിച്ചുകൊണ്ട് മുൻഗാമികളായ ഗായകന്മാർ പാടിപ്പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇന്നൊക്കെ മറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും, മുൻകാല ഗൾഫുകാരന്റെയും നാട്ടുകാരുടെയും നാവുകളിലൂടെ ആ ഗാനം നമുക്ക് കേൾക്കാമായി. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്തിൽ ചൊല്ലിടുന്നു അസ്സലാം. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 ഉണ്ട്,
എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്? എൻ മിഴികൾ തൂകും കണ്ണുനീരതു കണ്ട് എൻ കരൾ വേദന കാണുവാനാരുണ്ട്? എങ്ങനെ ഞാൻ പറയും എല്ലാമോത്ത് എന്നെന്നും ഞാൻ കരയും. ഈ കത്തിൽ ഉടനടി ഒരു മറുപടി തന്ന് സംഗീതം തീർത്തിടണം. ഇടയ്ക്കിടയ്ക്കെന്നോത്തിടണേ. മധുരിത നാളുകൾ മനസ്സിൽ കഴിയുന്നു, മധുരക്കിനാവുകൾ മാറോടണയ്ക്കുന്നു, മലരണി രാത്രികൾ മഞ്ഞിൽ കുളിക്കുന്നു, മണിയറക്കട്ടിലെ മാടി വിളിക്കുന്നു. എങ്ങനെ ഞാനുറങ്ങും? പകലന്തിയോളം പണിയെടുത്ത് വൈകുന്നേരങ്ങളിൽ വിദേശിയായ പ്രവാസി സുഹൃത്ത് റൂമിലെത്തുമ്പോ തന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർ വീട്ടിൽ നിന്ന് വന്ന ലെറ്ററാണെന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട പ്രവാസി സുഹൃത്തിന്റെ കയ്യിൽ കൊടുക്കുമ്പോ വളരെ സന്തോഷത്തോടെ, ജീവിതം മുഴുവനും കൈകളിൽ ഒതുക്കിയ ആവേശത്തോടെ ആ ലെറ്റർ വാങ്ങിച്ച് ഇങ്ങനെ പൊട്ടിച്ച് വായിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനും നിങ്ങളും ആലോചിക്കണം. ആ സഹോദരന്റെ കണ്ണ് നിറയുകയാണ്. അയാളുടെ ഭാര്യയുടെ തൂലക തുമ്പിൽ നുറ്റു വീണ ആ മശുത്തുള്ളികളിലേക്ക് നോക്കി അയാൾ സമാധാനിക്കുകയാണ്. തന്റെ മക്കളുടെ വിശേഷങ്ങൾ വായിച്ചറിയുമ്പോ മാതാപിതാക്കളുടെ, നാട്ടുകാരുടെ